ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഇവിടെ പേടിച്ചിട്ടാ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ടോ അല്ല, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉള്ള ടോ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, ഇപ്പൊ ഒരു വണ്ടി പോയില്ല, അപ്പൊ എന്തൊരു സൗണ്ട് കേട്ടില്ല, അത് കേട്ടിട്ടാണ് ഉള്ള ടോ എന്ന് പറഞ്ഞത്. സ്വാഗതം, വാ വാ ഇങ്ങോട്ട് വാ. സ്വാഗതം. എല്ലാരും സുഖമാണോ നോക്ക്? സുഖമാണോ നോക്ക്? സുഖമാണോ? സുഖമാണോ? നമ്മുടെ പുതിയ വീഡിയോ അല്ലേ, പുതിയ വീഡിയോക്ക് സ്വാഗതം പറഞ്ഞിട്ട് കുറച്ച് മിണ്ടിട്ട് പോ. നിങ്ങൾക്ക് പുതിയ വീഡിയോ എന്ന് പറയും. എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്ന് പറയും. സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ ഇതാ ഇന്ന് വീഡിയോ എടുക്കുന്നത് ഒരു വേറെ സ്ഥലമല്ലേ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പുറത്ത് പോയിട്ടുണ്ടെന്ന്. ഇത് നമ്മളെ റൂമിൻ്റെ മുകളിലാണ്, ഇന്ന് ടെറസിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോൾ വരുന്നുണ്ട്, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ടിരിക്കും, കുറേ സമയം ഇവിടെ വന്നിട്ടിരിക്കും. ഏകദേശം ഒരു നല്ലോണം ഒരിറ്റാവും വരെ ഞാൻ ഇടിക്കും കേട്ടോ, ഞാൻ ഇവിടെ ഇരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു വീഡിയോ എടുക്കാമെന്ന്, അങ്ങനെ എടുത്ത വീഡിയോ കേട്ടതാ. നമ്മൾ നടക്കാൻ പോയിനായിരുന്നു. നടക്കാൻ പോയ എന്തിനറിയാതാ കാണിച്ചതാ, ഈ പൂവിന് വേണ്ടിയിട്ട് മാത്രം നടക്കാൻ പോയത്. അടുക്കാം. അപ്പോൾ അതാ ഈ പൂവിന് വേണ്ടിയിട്ട് മാത്രം വീട്ടിലേക്ക് പൂ കൊടുത്തു. പിന്നീട് തൊല്ലി കളിക്കും, അവൾ കുറേ സമയം തൊല്ലി കളിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എടുക്കണം എന്ന് വിചാരിച്ച വീഡിയോ ആണ്. അപ്പോൾ അതാ ഞാൻ നിങ്ങൾക്ക് മുകളിൽ നിന്ന് നമുക്ക് ഏകദേശം നമുക്ക് നല്ല വ്യൂ ഉണ്ട് കേട്ടോ, ബഹ്റൈനിനെ പറ്റി നല്ല വ്യൂ ഉണ്ട്. അതിപ്പോൾ ഏകദേശം ഒരു 6 മണി ആവുന്നതേ ഇല്ലു. അപ്പോൾ ഇപ്പോഴുള്ളൊരു വ്യൂവും അതുപോലെ തന്നെ പിന്നെ ഒരു ഇരുട്ടാകുമ്പോൾ ഉള്ളത് വ്യൂ നല്ലോണം മാറ്റമുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് നമ്മളിത്. ആകാശം നോക്കി എന്ത് രസമുണ്ട് നോക്കിയതാ, കാണുന്നുണ്ടതാ ആകാശം നല്ല രസമുണ്ട് കേട്ടോ. ഇന്നലെ നല്ല ഇടിയും മിന്നലെല്ലാം ഉണ്ടായിരുന്നു, ഇന്നൊന്നുമില്ല, ഇന്ന് ശാന്താണ്. പിന്നെ ആകാശം കാണാൻ നല്ല സൂപ്പറുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ എന്തോ ഒരു വേറെ സെപ്പറേറ്റ് മേഘത്തിനെ പോലെ ഉണ്ട്. ക്യുമുലസ് നിംബസ് ഏതേതോ ഒരു പെട്ട മേഘമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, പുറത്തേക്കുള്ള വ്യൂ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ബഹ്റൈൻ. ഓക്കെ, നമ്മുടെ മെയിൻ റോഡാണ്. ഇപ്പോൾ എന്തായാലും ഇതിന് തിരക്ക് കൂടിക്കൊണ്ടേ പോകും, ഏറ്റവും തോറും തിരക്കുണ്ടാവും. എൻ്റെ വോയിസിനേക്കാളും സൗണ്ട് ഉണ്ടാവുമല്ലോ ഔട്ട് സൈഡിൻ്റെ വോയിസ്. ഓക്കെ, അതാണ് അപ്പുറത്ത് കാണുന്നത്. ഒരു അപ്പുറത്തെ ഒരു കപ്പൽ വന്നിട്ട് നിന്നിട്ട് കാണുന്നുണ്ട്, വലിയൊരു കപ്പലുണ്ടാ. കാണില്ല, എന്തായാലും കാണില്ലടാ. അപ്പുറത്തൊരു വലിയൊരു കപ്പലുണ്ട്, അപ്പുറത്ത് കടലാണ് കേട്ടോ. ഈ അങ്ങോട്ട് കാണുന്ന ആ സൈഡ് കടല. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടാവും നമുക്ക് ശരിക്കും കാണുന്നതെന്ന് പറഞ്ഞ കാരണം അത് തന്നെയാണ്. ഇതാ ആ സൈഡാണ് എല്ലാ പ്രശ്നമെല്ലാം നടക്കുന്ന സ്ഥലം. ഓക്കെ, അത് വിട്ട് നമുക്ക് എന്തായാലും ഇതാ ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിയതാ റോയൽ ഫൊനീഷ്യ. എന്ത് തിരക്കറിയോ, ഒരു വ്യാഴം വെള്ളി എന്ന് പറയുമ്പോൾ ഏറ്റവും തിരക്കുള്ള സ്ഥലം കേട്ടോ അതാ ഇതെന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് കാണുന്നത് ഇന്നലെ മഴ വന്നുകൊണ്ടിട്ട് ചെളിയുണ്ട് കേട്ടോ. ഈ ഏരിയ ഇത് ഞങ്ങൾ പാർക്കിംഗ് ആണ്. ഈ പാർക്കിങ്ങിലൊന്നും സ്ഥലം ഉണ്ടാവില്ല. വ്യാഴാഴ്ച ഞങ്ങൾ പുറത്ത് പോയിട്ട് രാത്രി വരുമ്പോൾ ഇവിടെ ഒന്നും സ്ഥലം ഉണ്ടാവില്ല, കാരണം അത്രക്കും തിരക്കുള്ള ഒരു ഏരിയ ആണ്. വ്യാഴവും വെള്ളിയാഴ്ച മാത്രം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ റോയൽ ഫൊനീഷ്യക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ ഈ യുദ്ധം വന്നതിന് ശേഷം ആ തിരക്കെല്ലാം പോയിട്ടാ, മൊത്തം തിരക്കും പോയിന്. ഇപ്പോൾ ഒരു തിരക്കുമില്ല. നമ്മളെ വണ്ടി പാർക്കിംഗ് സ്ഥലമാണെങ്കിൽ പോലും വേറെ വണ്ടി വന്ന് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം അങ്ങനെ ഒന്നുമില്ല, ഫുൾ ഫ്രീ. എന്താണെന്നറിയില്ല, ഇത് പൂട്ടിയതാണോ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്തായാലും ഇതാ കണ്ട, ഇപ്പോൾ തിരക്കൊന്നുമില്ല. ഇത് നമ്മളെ അപ്പുറത്തൊരു ഹോൾ സ്റ്റോറുണ്ട്, നമ്മൾ അടുത്ത് മേടിക്കുന്ന സാധനമെല്ലാം അടുത്താ മേടിക്കുന്നത്. പിന്നെ എന്താ മെയിൻ റോഡിൻ്റെ അങ്ങോട്ട് കാണുന്നുണ്ട്, ഈ വഴിയിലൂടെ കാണുന്നുണ്ട് കുറച്ച് സ്ഥലങ്ങൾ. അങ്ങോട്ടേക്ക് നോക്കി ഫുൾ വലിയ വലിയ ബിൽഡിങ് കിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബഹ്റൈൻ്റെ എല്ലാ വലിയ വലിയ സ്ഥലങ്ങളെല്ലാം ഉള്ളത് ആ സൈഡിൽ തോന്നുന്നുണ്ട്. നോക്കിയാൽ ഇങ്ങോട്ട് നോക്കിയാൽ കടൽ കാണും, പിന്നെ അങ്ങോട്ട് നോക്കിയാൽ ബിൽഡിംഗ് ആണ്, കുഞ്ഞു ബിൽഡിംഗ് ആണ്. പക്ഷേ ആകാശം നോക്കിയാൽ എന്ത് രസമല്ലേ. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ കുറേ റൂം തന്നെയാണ്, ഫ്ലാറ്റ് അങ്ങനത്തെ കാര്യങ്ങളാട്ടോ കാണുന്നത്. എന്താ എല്ലാം റൂമാണ്, എല്ലായിടത്തും റൂം. നോക്കിയേ, എല്ലായിടത്തും റൂമാണ് കാണുന്നത്. ഇത് നമ്മളെ റൂമിൻ്റെ താഴെ നോക്കിയാൽ നല്ല രസമുണ്ട് കേട്ടോ. ഇത് നല്ല രസമുണ്ട്, വലിയൊരു മരങ്ങളും അങ്ങനെ ആയിട്ടുള്ള സംഭവങ്ങൾ ഇട്ടത് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അത് ഫുള്ള് റൂമാണ്, അങ്ങോട്ട് മൊത്തം റൂമാണുള്ളത്. പിന്നെ അങ്ങോട്ട് മൊത്തം എന്തുന്ന വലിയ വലിയ ബിൽഡിങ്സ് ആട്ടാ കാണാൻ പറ്റുന്നത്. ഈ വീട്ടിനെ ഞാൻ കാണിച്ചു തരാം. ഈ വീട്ടിൽ ഇന്നലെ മഴ വന്നുകൊണ്ട് തന്നെ ചെറുതായിട്ട് വെള്ളമുണ്ട്. ഈ വീട്ടിലെ പണിയുണ്ട്, അതാ കണ്ട. ഈ വീട്ടി അടി കിട്ടും, ഞാനൊന്നും മാറ്റിയിട്ട് വരുന്നുള്ളൂ. അടി കിട്ടും എന്ന് പറയുമ്പോൾ ഓടുന്നുണ്ട്.
ഊട്ടിക്ക് അതിന് പരിപാടി ഊട്ടി ഈടെ എന്നിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തെല്ലോ വീഡിയോസ് എല്ലാം എടുക്കുന്നത്. ഇവിടെ വെള്ളം ഉണ്ടത് ഭയങ്കര പ്രശ്നം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം മഴ വന്നത്, അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ അതിൽ കളിക്കും. ഊട്ടിയെ വാ, നമുക്കൊരു പാട്ടെല്ലാം പാടാമല്ലോ. വാ, ഇവിടെ നിൽച്ചാണ് നമ്മൾ പാട്ടും പാടുന്നത്, കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എല്ലാം എടുക്കുന്നത്. ഊട്ടിൻ്റെ എല്ലാ വീഡിയോസും എടുക്കുന്നത് ഇവിടെ നല്ല രസമുണ്ടാകും. വൈകുന്നേരം ഊട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിട്ട് നിൽക്കുന്നത്. ഊട്ടിനോ അങ്ങനെതാ ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഇത് നല്ല വ്യൂസാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതാണ് എന്തെന്ന് നമുക്കൊരു പകൽ സമയത്ത് ബഹ്റൈനെ കാണാൻ പറ്റുന്ന വ്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ റൂമിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ മാത്രം കേട്ടോ. പിന്നെ ബാക്കിയുള്ള വ്യൂസ് ഞാൻ ഇപ്പം നിങ്ങൾ ഇതെല്ലാം നിങ്ങളെ മനസ്സിലുണ്ടാവില്ല എന്തായാലും. ഇനി നോക്ക്, നെക്സ്റ്റ് ഒരു 6:30 മണിയാകുമ്പോഴത്തേക്ക് ഇത് മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ആവും കേട്ടോ. നല്ല രസം, ഇതിനേക്കാളും നല്ല രസം ഉണ്ടാവും കാണാൻ. എല്ലാവരും നടക്കാനെല്ലാം പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെന്താ പറയുക, ആടെ ഒരു സംഭവം കാണുന്നത്, ആടെ ഒരു പച്ച അവരിത് കൂടാരം പോലെ കാണുന്നുണ്ടല്ലോ. അത് അവർ റെസ്റ്റ് ചെയ്യുന്ന പ്ലേസ് ഉണ്ട്. അവരെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് വന്നിട്ട് ഈ ആരും നമുക്കൊന്നും അറിയില്ല, കുറച്ച് ആൾക്കാർ വന്നിട്ട് അവിടെ ഇരിക്കും. പിന്നെ അപ്പുറത്ത് മൊത്തം കൃഷിയെല്ലാം ഉണ്ട് കേട്ടോ. എന്തെല്ലോ കൃഷിയുണ്ട്, എന്തെന്ന് പയറിൻ്റെ ചെടിയെല്ലാം കാണുന്നുണ്ട്. മൊത്തത്തിൽ കാണാൻ പറ്റുന്നില്ല, കുറച്ചായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ താഴെയാണ് നമ്മളെ റൂം എന്ന് പറയുന്നത്. അതാ ഞാനിതാ ഈ കുന്തത്തിൻ്റെ ഇവിടെ വന്നിട്ടിരിക്കും. എൻ്റെ സ്ഥിരം പരിപാടി ഇവിടെ വന്നിട്ടിരിക്കും. പിന്നെ ഫോണ് വൈഫൈ നെറ്റ് അതൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഫോണൊന്നും നോക്കാൻ പറ്റില്ല. ഞാനെന്താന്ന് ഊട്ടി അടുപ്പതാ മൊത്തം അതിൽ അതിന് കളിക്കുന്നതായിരിക്കും. ഊട്ടി കളിച്ചോട്ടെ എന്ന് വെക്കാം, പിന്നെ പോയിട്ട് കുളിപ്പിക്കാം. അന്ന് അത്രയേ ഉള്ളൂ, പിന്നെ എന്താ ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഫ്രീ ആയി കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും. പിന്നെ നെക്സ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തു തരാം കേട്ടോ. എന്ന് പറഞ്ഞാൽ അപ്പോൾ മൊത്തം മാറിയിട്ടുണ്ടാവും ഈ ക്ലൈമറ്റല്ല, വേറെ തന്നെ ഒരു അന്തരീക്ഷം, വേറെ തന്നെ ഒരു ബഹ്റൈനായിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോസ് കാണണം. പിന്നെ നല്ല രസമായിട്ടോ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുക, നല്ല രസമാണ്. എൻ്റെ ഫോട്ടോ എടുക്കണോ? വാ, ഇവിടെ ഞാൻ സ്റ്റോറി പറയുന്നു, ഇങ്ങോട്ട് വാ. എങ്ങനെ ഇവിടെ പൂച്ച പമ്മി വരുന്നേ അങ്ങനെയെല്ലാം പറയുമ്പോൾ ഇവിടെ കാണിച്ചു തരും. എടുക്കുമ്പോൾ നല്ല മൂടുണ്ടെങ്കിൽ എല്ലാം കാണിച്ചു തരും, പറഞ്ഞതെല്ലാം അനുസരിക്കും. അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല കേട്ടാ. ഇവിടെ പൂച്ച എങ്ങനെ പമ്മി വരുന്നേ? പമ്മി വരുന്നുണ്ട് പൂച്ച. പൂച്ച എങ്ങനെ ഓടുന്നേ? ഓട് ഓള് ഓടുന്നുണ്ട്. മതി. പൂച്ച എങ്ങനെ ക്രൈ ചെയ്യുന്നേ? പൂച്ച എങ്ങനെ ലയൺ വരുമ്പോ പൂച്ച എങ്ങനെ ക്രൈ ചെയ്യുന്നേ? ബിഗ് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. വെറുതെ ഒക്കെ ഒരു സ്റ്റോറി വെറുതെ പറഞ്ഞു. അപ്പൊ പൂച്ച കരിയുന്നതെല്ലാം പറയും. പൂച്ച എങ്ങനെ ഉറങ്ങുന്നേ? അതവള് പൂച്ച ഉറങ്ങുന്നുണ്ട്. പൂച്ച എങ്ങനെ സ്മൈൽ ചെയ്യുന്നേ? ക്ലാപ്പ്. ഒരു സ്റ്റോറി വെറുതെ ഉണ്ടാക്കിയ സ്റ്റോറി. അപ്പൊ പൂച്ചക്ക് ഹാപ്പി ആകുമ്പോൾ പൂച്ച ക്ലാപ്പ് അടിച്ച് സ്മൈൽ ചെയ്യുമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് പൂച്ച എങ്ങനെ സ്മൈൽ ചെയ്യുന്നപ്പോൾ ക്ലാപ്പ് അടിക്കും. ഈ കുട്ടിയുടെ കാട്ടുറുമ്പിന് ഡാൻസ് കളിക്ക്. ആകാശം നോക്കറ, ഓരോ സ്ഥലത്തും ഓരോ കളർ നോക്കി. ആടെ നോക്കി അങ്ങോട്ട് നോക്കുമ്പോൾ വേറെ തന്നെ ഒരു ആകാശം, ഇങ്ങോട്ട് നോക്കുമ്പോൾ നീലാകാശം, ഇങ്ങോട്ട് നോക്കുമ്പോൾ വേറെ എന്തോ ആകാശം. ഇന്ന് മഴ വരുമെന്ന് തോന്നുന്നല്ലേ. എനിക്ക് ഇന്നലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പുറം അങ്ങോട്ട് നോക്കി ഇരുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നും മഴ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. മഞ്ഞുണ്ട പോലെ ഉണ്ട്. പക്ഷേ ശരിക്കും നോക്കി അങ്ങോട്ടൊന്നും വലിയ ക്ലീൻ ആയിട്ട് കാണുന്നില്ല. മഞ്ഞുണ്ടോ ഈ സമയത്തോ? ഇന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വരാൻ പറ്റിട്ട് അങ്ങനെ ഈ വീട്ടിക്ക് ഇതാ കൂട്ടിനുണ്ട്. ഇന്ന് ഫുള്ള് വെള്ളത്തിൽ വയ്ക്കുന്നു അവിടെ. അപ്പോൾ ഇതാ രതിശേട്ടൻ വന്നിട്ടുണ്ട്. കണ്ട കീക്കുള്ള സാധനം അതിൻ്റെ അടുത്ത് വന്നത്. എപ്പോഴും ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. ഇന്ന് ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ്, അതുകൊണ്ട് ഇപ്പോൾ വന്നത്. അപ്പം ഞാൻ എന്നെ തപ്പിയിട്ട് കുറച്ച് അങ്ങോട്ടെല്ലാം നടന്നു. പിന്നെ തോന്നുന്നു ഞാൻ എപ്പോഴും ഇടന്നല്ലേ ഉണ്ടാവാൻ. ശരി, ചായയും കൂടി ഉണ്ടായിരുന്നു. ഇടന്നെ ചായ അടിക്കായിരുന്നു. സൂപ്പറായിരുന്നു. നല്ല അന്തരീക്ഷവും എന്തെല്ലാം ഉണ്ട്. പഴംപൊരി ഉണ്ട്, പിന്നെന്താ ബ്രെഡ്, എന്തൊരു സംഭവം ഉണ്ട്. എല്ലായിടത്തും ബൾബെല്ലാം മിന്നി തുടങ്ങി. ഓക്കെ, ഇനിയിപ്പോൾ ഇരുട്ടാകുമ്പോൾ മൊത്തം നല്ല രസമുണ്ടാവും. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ നോക്കി, ഇപ്പോൾ തന്നെ നേരത്തേക്കാളും നല്ല മാറ്റമുണ്ട്. നെക്സ്റ്റ് ഞാൻ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഇതാണ് നമ്മളെ നൈറ്റ് വ്യൂ. പക്ഷെ ഞാൻ വിചാരിച്ച രീതിയിൽ ഞങ്ങൾക്ക് കാണുന്നപ്പോൾ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഇതിനേക്കാളും രസമുണ്ട് കേട്ടോ കാണാനെന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ ആ ബൾബിൻ്റെ അതെല്ലാം ഭയങ്കര ഫ്ലാഷ് ഇങ്ങനെ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തോ
ഒരു ക്ലിയർ ആയി കാണുന്നില്ല. ഇതിനേക്കാളും രസമുണ്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന ആ പകലെന്ന് നോക്കിയാൽ. പക്ഷെ ശരിക്കും രാത്രി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. വീഡിയോസ് ഇങ്ങനെ നേരിൽ കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ വീഡിയോയിൽ പോരാട്ടോ ആ സ്ഥലം രസമില്ല. ഞാൻ വിചാരിച്ച രീതിയിൽ വന്നിട്ട് എന്തായാലും ഇപ്പം എന്തായാലും ഏകദേശം ഒരു 6:45 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇരുട്ടായിക്കൊണ്ട് വരുമ്പോൾ ഇതാ നമ്മളെ ബഹ്റൈൻ ഇങ്ങനെ ഉണ്ടാവും കാണാൻ. അങ്ങോട്ടെല്ലാം ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ടെല്ലാം നോക്കി മൊത്തം രാത്രിയിലിട്ടാ ശരിക്കും നല്ല രസമുണ്ട് കാണാൻ. യാത്ര ചെയ്യാനും അങ്ങനെ രാത്രി ആട്ടാ രസം. അതാ ഈ ഭാഗം നല്ല രസമുണ്ട് കാണാൻ. ഫുള്ള് ഇങ്ങനെയാണ് നമുക്ക് രാത്രിയിൽ ബഹ്റൈനിൽ കാണാൻ പറ്റുന്ന കാഴ്ചകൾ. മൊത്തം 4 ഭാഗമായിട്ടാണ് ഇതിങ്ങനെ ഉണ്ട്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് എനിക്കിപ്പോൾ ഇങ്ങനെ കാണുന്ന അതേപോലെ വീഡിയോയിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അതുപോലെ ഇല്ല കേട്ടോ. കാണാനും വീഡിയോയിൽ കാണാനും രസമില്ല. പക്ഷേ ഈ വീഡിയോനേക്കാളും രസമുണ്ട് നമുക്കിങ്ങനെ നേരിൽ കാണാൻ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെറുതെ എടുത്തതാണ്. വീഡിയോ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഇല്ല. ആരൊക്കെയോ നടന്നിട്ട് പോകുന്നുണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.